ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിൻസി വ്ളോഗ്സ്. ഇന്നൊരു ചെറിയ ട്രെയിൻ യാത്രയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. മാൽമോ ടു ഗോതൻബർഗ്. ഗോതൻബർഗ് എന്ന് പറയുന്നത് സ്വീഡനിലെ രണ്ടാമത്തെ വലിയ സിറ്റിയാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. ഇപ്പോൾ ഞങ്ങളുള്ളത് മാൽമോ റെയിൽവേ സ്റ്റേഷനിലാണ്. 12:30-ക്കാണ് ട്രെയിൻ പുറപ്പെടുന്ന സമയം. നമ്മളിപ്പോൾ ഒരു 11:30 ആയപ്പോഴത്തേക്ക് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാൽമോ റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ഹൈ സ്പീഡ് ട്രെയിനിലാണ്. ഇപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫുഡ് ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാൻട്രി പോലെ ഒരു സർവീസ് ഇവിടെ ഉണ്ട്. ബിസ്ട്രോ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പോയി നമ്മൾ ഫുഡ് കളക്ട് ചെയ്യണം. അല്ലാതെ അവർ സെർവ് ചെയ്യില്ല, നമ്മൾ അങ്ങോട്ട് പോയി കളക്ട് ചെയ്യണം. അപ്പോൾ കുട്ടികൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതാണ് ഇവിടുത്തെ ബിസ്ട്രോ. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണ്ട ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ അവരിതുപോലെ പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ചൂടാക്കിയും തരും. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് വന്ന് ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. കൂടുതലും സാൻഡ്വിച്ച് അതുപോലുള്ള ഐറ്റംസാണ്. നമ്മുടെ ഫുഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പാസ്ത, ചിക്കൻ, അതുപോലെ തന്നെ കുട്ടികൾക്ക് പാൻ കേക്ക്, ജാം അതൊക്കെ ആയിരുന്നു. പാസ്തയൊക്കെ നല്ല പ്ലെയിൻ ആയിരുന്നു, ഒരു ഫ്ലേവറും ഇല്ലായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ഫുഡാണ്, അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തു. പോകുന്ന വഴിയൊക്കെ നല്ല കാഴ്ചകളാണ്. കൂടുതലും കൃഷിസ്ഥലങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങളുടെ നടുക്കായിട്ട് വീടുകളും ഒക്കെ കാണാം. വളരെ കാമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഒരു 3 മണി ആയിട്ടുണ്ട്. നമ്മൾ ഗോതൻബർഗ് എത്താറായിട്ടുണ്ട്. ഗോതൻബർഗ് എത്തിയതിന് ശേഷം നമ്മൾ ട്രാമിലാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബസ്സുകളും അതുപോലെ തന്നെ കൂടുതലും ട്രാമുകളുമാണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇവിടുന്ന് വളരെ അടുത്താണ്. നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വരുന്നതാണ് ട്രാം.
ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ എൻട്രൻസ്. വളരെ കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് കോട്ടേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സിംഗിളായിട്ടുള്ള ഹൗസുകളാണ് കൂടുതലും. അപ്പോൾ അവിടെ കിച്ചൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ടാകും. അപ്പോൾ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കരുതിയിട്ടാണ് ആൾക്കാർ യൂഷ്വലി വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. കാണാനായിട്ട് നല്ല ഭംഗിയാണ്. Ocean meets the sky. Under your toes, the fire grows. You are ready for a different kind of life. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കോട്ടേജ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കിച്ചൺ, ഒരു ബെഡ്റൂം, ഒരു ബാത്റൂം, പിന്നെ ഒരു ലിവിങ് ഏരിയ, ഇത്രയാണ് ഉള്ളത്. അപ്പോൾ കിച്ചൺ ഫുള്ളി ഫർണിഷ്ഡ് ആണ്. അത്യാവശ്യം വേണ്ട സാധനങ്ങളും ഒരു ചെറിയ ഫ്രിഡ്ജ്, മൈക്രോവേവ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുക്കിങ്ങിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. അപ്പോൾ അടുത്ത് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ വിൻഡോയുടെ അപ്പുറത്തായിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. അവിടെ നിറയെ താറാവുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ഫുഡൊക്കെ ഓൾറെഡി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്.
കഴിക്കാനായിട്ട് കുറച്ച് ലെമൺ റൈസും അതുപോലെ തന്നെ കട്ട്ലറ്റ്, അതുപോലെ ബീഫ് അതൊക്കെ റോസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വൈകിട്ടുള്ള ഫുഡ് കഴിക്കുകയാണ്. ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ അടുത്ത വ്ലോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഡ്രസ്സൊക്കെ അടുക്കി വെക്കുന്ന രീതി ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇതുപോലെയുള്ള വലിയ സിപ്പ് ലോക്ക് കവറുകളിൽ കുട്ടികളുടെ ഡ്രസ്സ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ 2 കുട്ടികളുള്ളത് കൊണ്ട് 2 പേരുടെയും വീട്ടിലിടുന്നതും അതുപോലെ തന്നെ വെളിയിൽ പോകുന്നതും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ മടക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അതുപോലെ തന്നെ സോക്സുകളും അണ്ടർ ഗാർമെൻറ്റ്സും എല്ലാം ഒരു കവറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് എടുത്തു വെക്കാൻ. അതുപോലെ തന്നെ നമുക്ക് ഒട്ടും കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഇടുകയാണെങ്കിൽ ആകെ ഒരു കൺഫ്യൂഷനായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിഡ്സുമായിട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ മറക്കാതെ കാണുക. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും ഒക്കെയാണ് അതിലുള്ളത്. അപ്പോൾ പുതിയ വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.